CPIM-ന്റെ കേരളത്തിലെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ നിർമ്മാണം അന്തിമഘട്ടത്തോട് അടുക്കുകയാണ്. 2022 ഫെബ്രുവരി 25-ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിന് തറക്കല്ലിട്ടത്. 1.5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു CPM ലക്ഷ്യമിട്ടിരുന്നെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. ഇപ്പോൾ അത് ഉദ്ഘാടനത്തിലേക്ക് എത്തുകയാണ്. അതിന് മുന്നോടിയായി ഒരു വിപുലമായ ധനസമാഹരണം നടത്താനാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റിയാണ് AKGയുടെ നാമധേയത്തിലുള്ള പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന് വേണ്ടി പണം സ്വരൂപിക്കാൻ തീരുമാനിച്ചത്. ഓഗസ്റ്റ് 3-ാം വാരം ബക്കറ്റ് പിരിവിലൂടെ ഇതിനുള്ള പണം സമാഹരിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ഒരു വിപുലമായ ക്യാമ്പയിനായി ഏറ്റെടുത്ത് നടത്താൻ എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും നിർദ്ദേശം നൽകി. ഈ സർക്കാരിൻ്റെ തിരുത്തൽ രേഖയുമായി ബന്ധപ്പെട്ട് ജില്ലകളിൽ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഈ പണസമാഹരണത്തിൻ്റെ കാര്യവും സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ 2021 സെപ്റ്റംബർ 25-നാണ് 32 സെന്റ് സ്ഥലം പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ നിർമ്മാണത്തിനായി വാങ്ങുന്നത്. AKG സെൻറ്റർ പ്രവർത്തിക്കുന്ന സ്ഥലത്തിൻ്റെ എതിർദിശയിലുള്ള സ്ഥലത്താണ് 32 സെൻറ്റ് സ്ഥലം വാങ്ങിയത്. 6.4 കോടി രൂപ ചെലവിട്ടാണ് 34 പേരുടെ ഉടമസ്ഥയിലുണ്ടായിരുന്ന, കൃത്യമായി പറഞ്ഞാൽ 31.95 സെൻറ്റ് സ്ഥലമാണ് വാങ്ങിയത്. ഇവിടെ 6 നിലയുള്ള കെട്ടിടം നിർമ്മിക്കാനാണ് പ്ലാൻ. ഒരു പ്രകൃതി സൗഹൃദ കെട്ടിടം എന്ന നിലയ്ക്കാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. 6 നിലകളുള്ള കെട്ടിടത്തിന് അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങളുമൊക്കെ ഉണ്ട്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന AKG സെൻറ്റർ പൂർണ്ണമായും AKG പഠന ഗവേഷണ കേന്ദ്രമായി മാറും. ഇപ്പോൾ CPM-ൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് അവിടെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഒരു ബോർഡോ, അതായത് CPM-ൻ്റെ കേരളത്തിലെ ആസ്ഥാനം എന്ന ബോർഡോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ എന്ന പേരോ ഒന്നും അവിടെ ഒരിടത്തുമില്ല. അത് കാരണം 1977-ൽ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് AKGയുടെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം എന്ന നിലയ്ക്ക് പഠന ഗവേഷണ കേന്ദ്രം പണിയാൻ ആണ് 34 സെൻറ്റ് സ്ഥലം അന്ന് അനുവദിച്ചത്. ആ സ്ഥലം അനുവദിച്ചതിന് പിന്നീട് കേരള സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസിന് തൊട്ടടുത്താണ് ഈ AKG സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അവിടുന്ന് ഈ സർവകലാശാലയും 15 സെൻറ്റ് സ്ഥലം പിന്നീട് AKG സെൻറ്ററിന് നൽകുകയുണ്ടായി. ഇത് അക്കാലത്ത് 1988 കാലത്തിലൊക്കെ വലിയ വിവാദമായതാണ്. പിന്നീട് ഇടക്കാലത്തും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നു, ഈ സ്ഥലം നൽകുന്നതുമായി ബന്ധപ്പെട്ട്. അങ്ങനെ AKG സെൻറ്ററിന് AKGയുടെ നാമധേയത്തിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിൽ നൽകിയ സ്ഥലം ആ ആവശ്യങ്ങൾക്കായി പൂർണ്ണമായി ഉപയോഗിക്കാനായി മാറ്റിവെക്കും. ഈ പുതിയ കെട്ടിടം വരുമ്പോൾ പുതിയ കെട്ടിടത്തിലായിരിക്കും CPM-ൻ്റെ സംസ്ഥാനത്തെ ആസ്ഥാന മന്ദിരം എന്ന് പറയുമ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എന്ന അർത്ഥത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. വിശാലമായ കോൺഫറൻസ് ഹാൾ അടക്കമുള്ള സൗകര്യങ്ങൾ ഈ പുതിയ കെട്ടിടത്തിലുണ്ടാകും. എന്തായാലും ഈ കെട്ടിടത്തിന് വേണ്ടിയാണ് ഇപ്പോൾ CPM ഓഗസ്റ്റ് 3-ാം വാരം ബക്കറ്റ് പിരിവിലൂടെ ധനസമാഹരണം നടത്താൻ പോകുന്നത്.